Hello students, let's discuss what is beta of an asset or of a portfolio. The word beta and this concept, we actually touched it a little while ago, and we are going a little bit deeper into what is beta, and this is a very important topic. Actually, what does beta measure? Beta actually measures the volatility. We learned about two types of risk, isn't it? Systematic risk and unsystematic risk. അതിൽ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റാത്ത റിസ്ക്. അതായത് ദിസ് റിസ്ക് അറൈസസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് all the stocks or shares or securities in the market have an effect through this systematic risk, affects all of them actually. പക്ഷേ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. ആ പർട്ടിക്കുലർ ഷെയറിന് മാത്രം ഉള്ള റിസ്ക്കാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ ഈ ബീറ്റ എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസ്കിനെയാണ്. അതായത് ദേ ആക്ച്വലി കമ്പയർ ദ സെക്യൂരിറ്റീസ് ഓർ പോർട്ട്ഫോളിയോസ് റിട്ടേൺ വിത്ത് ദാറ്റ് ഓഫ് ദി മാർക്കറ്റ്. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നൊരു സംഭവമുണ്ട്. അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ബീറ്റ. And this actually shows the relationship between systematic risk and expected return for an asset. Usually it is stocks. Okay, but what is beta exactly? It measures the volatility or it measures the systematic risk of an asset. It actually compares or it actually tells us about the relationship between systematic risk as well as the expected return of that particular asset. അപ്പം CAPM മെത്തേഡിലാണ് ഇത് യൂസ് ചെയ്യുകയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ CAPM മെത്തേഡ് ബേസിക്കലി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള റിസ്കി അസറ്റ്സിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനും അറ്റ് ദ സെയിം ടൈം ഫ്യൂച്ചർ റിട്ടേൺസ് പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെയാണ് വി യൂസ് ദിസ് CAPM മെത്തേഡ്. ആ CAPM മെത്തേഡിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ബീറ്റ. And as I already told you, beta is a coefficient which actually measures the volatility of an individual stock compared to the systematic risk of the entire market. ആ മാർക്കറ്റിൽ പല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് ഈ പർട്ടിക്കുലർ അസറ്റിൽ എന്ത് ചേഞ്ചസ് വരുന്നു അതിനെയെല്ലാം പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ബീറ്റ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് അവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. You know what is covariance and we know what is variance. Covariance of RE/RM, the whole thing divided by variance of RM. RE means എന്താണ്? It is the return on individual stock. RM എന്ന് പറഞ്ഞാലോ റിട്ടേൺ ഓൺ ദി ഓവറോൾ മാർക്കറ്റ്. ഇത് തമ്മിലുള്ള കൊവേരിയൻസിനെ വേരിയൻസ് ഓഫ് RM വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഇസ് എ ബീറ്റ. അപ്പോൾ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ് ഈ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ഡേറ്റ എടുക്കും ഈ അസറ്റിൻ്റെ. ആൻഡ് വെൻ വി ഡു എ റിഗ്രഷൻ ലൈൻ, അതിൻ്റെ സ്ലോപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീറ്റ എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ ബീറ്റ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ബീറ്റ കാൽക്കുലേഷൻ എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് us ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദിസ് പെർട്ടിക്കുലർ സ്റ്റോക്ക് മേ ബി എ ഷെയർ അത് ഈ മാർക്കറ്റിൻ്റെ സെയിം ഡയറക്ഷനിലാണോ പോകുന്നത് അത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ബീറ്റ ഹെൽപ്പ് ചെയ്യും. സംടൈംസ് ദ മാർക്കറ്റ് വിൽ ബി ഹൈലി വൊളാറ്റൈൽ, സംടൈംസ് ഇറ്റ് വിൽ ഗോ അപ്പ് ഓർ സംടൈംസ് ഇറ്റ് വിൽ ഗോ ഡൗൺ. അതിനനുസരിച്ചിട്ടാണോ ഈ സ്റ്റോക്കിൻ്റെ റിട്ടേൺ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ ബീറ്റ എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് അബൌട്ട് ഹൗ വൊളാറ്റൈൽ ഓർ ഹൗ റിസ്കി എ പെർട്ടിക്കുലർ സ്റ്റോക്ക് ഇസ് റിലേറ്റീവ് ടു ദ റെസ്റ്റ് ഓഫ് ദ മാർക്കറ്റ്. ഈ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു ബേസ് ആയിട്ട് എടുക്കുന്നത് യൂഷ്വലി ചിലപ്പോൾ ഇൻഡെക്സസ് ആയിരിക്കും. സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഇൻഡെക്സസ് ആയിരിക്കും. അപ്പോൾ ആ ഇൻഡെക്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണോ ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ദിസ് ബീറ്റ വിൽ ഹെൽപ്പ് us.
ഓക്കെ, അപ്പോൾ എന്തുമാത്രം റിസ്ക്കിയാണ് ഈ പർട്ടിക്കുലർ ഷെയർ കമ്പയർഡ് ടു ദ ഇൻഡെക്സ്, അതാണ് ഈ ബീറ്റ നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ നമ്മൾ ഈ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ബേസ് അല്ലെങ്കിൽ മാർക്കറ്റ് റിട്ടേൺ എടുക്കുമ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് എടുക്കണം. ഇപ്പോൾ സ്റ്റോക്സ് ആണെങ്കിൽ ഓക്കെ, ഇൻഡെക്സ് എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, S&P 500 അല്ലെങ്കിൽ നമ്മുടെ സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി 50 പോലുള്ള ഒരു സാധനം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ബോണ്ടാണെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം ബോണ്ട്സ് കമ്പയർ ചെയ്യാനുള്ളൊരു ബെഞ്ച് മാർക്കല്ല എക്സാക്ട്ലി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് റിട്ടേൺസ് അല്ലെങ്കിൽ ആ ബെഞ്ച് മാർക്ക് എന്തെടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ R² വാല്യൂ. Okay, in order to make sure that a specific stock is being compared to the right benchmark, it should have a high R² value in relation to the benchmark. ഇപ്പോൾ ഒരു മാർക്കറ്റ് റിട്ടേണുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു പറഞ്ഞു. ആ മാർക്കറ്റ് റിട്ടേണുമായിട്ട് ഈ പർട്ടിക്കുലർ സ്റ്റോക്കിന് അല്ലെങ്കിൽ ആ മാർക്കറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ അതൊരു ഒരു ബെഞ്ച് മാർക്കാണ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് റിട്ടേൺ ഇവിടെ പറഞ്ഞെടുക്കുന്നത് ഈ നിഫ്റ്റി 50 പോലുള്ള ഒരു ഇൻഡെക്സിൻ്റെ റിട്ടേൺസ് ആണ് എങ്കിൽ അതിന് ഈ സ്റ്റോക്കുമായിട്ട് ഒരു ഹൈ R² വാല്യൂ ഉണ്ടാവണം, എന്നാലേ ആ കമ്പാരിസൺ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, സോ അപ്പോൾ R² എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്റ്റാറ്റിസ്റ്റിക്സിൽ. വാട്ട് ഡസ് ഇറ്റ് ആക്ച്വലി ഷോ? ഇറ്റ് ആക്ച്വലി ഷോസ് ദ പെർസെൻറ്റേജ് ഓഫ് എ സെക്യൂരിറ്റീസ് ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെൻറ്റ്സ് that can be explained by movements in the benchmark index. ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പഴയ, അതായത് ഹിസ്റ്റോറിക്കൽ പ്രൈസിൽ വന്നിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ എത്രത്തോളം ഈ മാർക്കറ്റ് മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധമുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു വാല്യൂ ആണ് R². അപ്പോൾ ഹൈ R² ആണെങ്കിൽ അത് തമ്മിൽ നന്നായിട്ട് റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡെക്സ് എടുത്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ സിസ്റ്റമാറ്റിക് റിസ്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ തിങ്. സോ ഇനി ബീറ്റയുടെ പല വാല്യൂസിനനുസരിച്ച് എന്താണ് നമുക്ക് ഇംപ്ലിക്കേഷൻസ് എന്നുള്ളത് നോക്കാം. ഇഫ് സപ്പോസ് നമ്മൾ ഈ കൊവേരിയൻസ് RERM ഡിവൈഡഡ് ബൈ വേരിയൻസ് RM എന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബീറ്റ വാല്യൂ, ഇഫ് സപ്പോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1, വാട്ട് ഈസ് ദ സിറ്റുവേഷൻ? അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ഹൈ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ്സ് പ്രൈസ് ആക്ടിവിറ്റി സ്ട്രോങ്ലി റിലേറ്റഡ് ടു ദ മാർക്കറ്റുമായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഇതിനുണ്ട്. അതിൻ്റെ ബീറ്റ 1 ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഉണ്ടാവാനില്ല. ബട്ട് ദെൻ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു അവർ എക്സസ് റിട്ടേൺ ആസ് വെൽ. റിസ്ക് ഈ മാർക്കറ്റ് റിട്ടേണിൻ്റെ പോലെ തന്നെയാണോ അത് പോകുന്നത്, ബിക്കോസ് ദേ ആർ ഹൈലി കോറിലേറ്റഡ്. പക്ഷേ ഒരു എക്സസ് റിട്ടേൺ ഒന്നും നമുക്ക് അതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ബീറ്റ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിലോ അതിൻ്റെ അർത്ഥം എന്താണ്, റിസ്ക് വളരെ കുറവാണ് അതിനകത്ത്. ഓക്കെ, ലെസ് വൊളൈറ്റൈലാണ്, മാർക്കറ്റിനെ കാട്ടി ഈ പർട്ടിക്കുലർ അസറ്റ് ലെസ് വൊളാറ്റൈലാണ്. ഇത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എഗെയിൻ റിസ്ക് വളരെ കുറവായിരിക്കും പോർട്ട്ഫോളിയോന് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ ഇത് മാർക്കറ്റിനെ കാട്ടി ഹൈലി വൊളാറ്റൈലാണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ it increases our risk of the portfolio, but at the same time it has we can expect a better return from this because it is a highly risky asset. നെഗറ്റീവ് ബീറ്റയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് റിട്ടേൺസുമായിട്ട് അതിന് യാതൊരുവിധ ബന്ധവുമില്ല. ദി മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ബീറ്റ കോഎഫിഷ്യൻറ്റ് തിയറി എന്ന് പറയുന്നത്, it assumes that a stock returns are normally distributed from a statistical perspective. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഒരു ബെൽ ഷേപ്ഡ് സാധനം. അങ്ങനെയാണ് പിന്നെ എന്താണ് സ്റ്റോക്ക് റിട്ടേൺസ് എന്നാണ് പിന്നെ ഈ തിയറിയിൽ പറയുന്നത്. പക്ഷേ ഇൻ റിയൽ എഫക്റ്റ് വി നോ ദാറ്റ് അത് അങ്ങനെയൊന്നുമല്ല. എങ്ങനെ വേണമെങ്കിലും ഹൈലി വൊളൈറ്റൈൽ ആവാം അതിൻ്റെ റിട്ടേൺസ്. ഓക്കെ, അപ്പോൾ എ സ്റ്റോക്ക് വിത്ത് വെരി ലോ ബീറ്റ കുഡ് ഹാവ് എ സ്മോളർ പ്രൈസ് സ്വിങ്, yet it could still be a long-term downtrend. So adding a downtrending stock with a low beta decreases
risk in a portfolio only if the investor defines risk strictly in terms of volatility. From practical perspective, a low beta stock that's experiencing a downtrend isn't likely to improve a portfolio performance. അതായത് ഇവിടെ നമുക്കൊരു ലോ ബീറ്റ ഉള്ള ഒരു സ്റ്റോക്കാണെന്ന് വിചാരിക്കുക, അതായത് ലെസ് റിസ്കി ആയിട്ടുള്ള ഒരു പിന്നെ എന്താണ് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. പക്ഷേ അതിനൊരു കുറേ കാലമായിട്ട് ഒരു ലോങ് ടേം ഡൗൺ ട്രെൻഡ് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും അതിനകത്തുനിന്ന് ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ പോർട്ട്ഫോളിയോന്ന് കിട്ടുന്ന റിട്ടേൺ അതിനനുസരിച്ച് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ആ പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസസ് ഒന്നും അവിടെ ഇല്ല. അതേപോലെ ഒരു ഹൈ ബീറ്റ സ്റ്റോക്ക്, അതായത് ഹൈലി വോളറ്റൈൽ സ്റ്റോക്ക് ആണെങ്കിൽ, അപ്വേർഡ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ദ പോർട്ട്ഫോളിയോ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ആഡ് ടു ദ റിട്ടേൺസ്. കുറച്ച് റിട്ടേൺസ് നമുക്ക് അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് യൂസിങ് ബീറ്റ, ദേ ആർ റെക്കമെൻഡഡ് ടു ഇവാലുവേറ്റ് എ സ്റ്റോക്ക് and also evaluate it from all the perspectives, okay, and then come to a ഡിസിഷൻ മേക്കിംഗ് തിങ്. ഇതിനെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇടണോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ ബീറ്റ മാത്രമല്ല ഒരുപാട് മറ്റു സാധനങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ബീറ്റ പല രീതിയിലും നമുക്ക് യൂസ്ഫുൾ ആണെങ്കിലും ഇതിന് ക്രിറ്റിസിസവും ഉണ്ട്. ഓക്കെ, അതായത് ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഹിസ്റ്റോറിക്കൽ വാല്യൂസിൻ്റെ ബേസിസിലാണ്, അതായത് പഴയ റിട്ടേൺസിൻ്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇത് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ ലെസ് മീനിങ് ഫുൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ബീറ്റ ഈസ് ഓൾസോ ലെസ് യൂസ്ഫുൾ ഫോർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സിൻസ് സ്റ്റോക്സ് വൊളാറ്റിലിറ്റി ക്യാൻ ചേഞ്ച് സിഗ്നിഫിക്കൻ്റ്ലി ഫ്രം ഇയർ ടു ഇയർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കമ്പനീസ് ഗ്രോത്ത് സ്റ്റേജ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഒരുപാട് ഫാക്ടേഴ്സ്, കമ്പനിയുടെ ഗ്രോത്തും അതർ ഫാക്ടേഴ്സൊക്കെ ബേസ് ചെയ്തിട്ട് സ്റ്റോക്കിൻ്റെ വൊളാറ്റിലിറ്റി ഒരു ഇയർ ബൈ ഇയർ മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ ബീറ്റ ഈസ് നോട്ട് വെരി യൂസ്ഫുൾ എന്നാണ് പറയുന്നത്.